അപ്പോഴേ രാവിലെ ഞാൻ തേങ്ങ തിരുമ്മുന്നതിന് കാവലിരിക്കുന്ന ആൾക്കാരെ കണ്ടോ. ഞാൻ തേങ്ങ തിരുമ്മുമ്പോൾ എപ്പോഴും കൊടുക്കാറുണ്ട് കേട്ടോ. തേങ്ങ തിരുമ്മുന്ന സൗണ്ട് കേട്ടാൽ മതി, അപ്പോഴത്തേക്കിനും എവിടെ ആയാലും ഓടി വരും കേട്ടോ അയച്ചു വിടുന്ന സമയത്ത്. അപ്പോൾ എന്നാണ്ട് ഞാൻ ഇപ്രാവശ്യം തേങ്ങയൊന്നും കൊടുത്തില്ല, കാരണം കഴുന്ന് വീണില്ലായിരുന്നു. കഴുന്ന് വീഴുമ്പോഴാണ് ഞാൻ ഇവർക്ക് എടുത്ത് കൊടുക്കുന്നത് തന്നെ. അപ്പോൾ തേങ്ങയുടെ വില അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കൊടുക്കാനും പറ്റത്തില്ല. അങ്ങനെ നല്ല തേങ്ങ കിട്ടാത്ത ഇതിന് ചിരട്ട എടുത്തിട്ട് വന്നേക്കും കേട്ടോ. അങ്ങനെ എന്ത് ചേച്ചി വന്നപ്പോൾ ഇപ്രാവശ്യം ചിരട്ടയായിട്ടാണ് മിക്ക സ്വീകരിക്കുന്നത്. കയ്യിൽ കിട്ടുന്ന എന്തോ, കരിയിലെങ്കിൽ കരിയില, ചെരുപ്പെങ്കിൽ ചെരുപ്പ്, എന്തെടുത്തിട്ടായാലും എന്ത് ചേച്ചി രാവിലെ വരുമ്പോൾ എന്ത് ചേച്ചി സ്വീകരിക്കും കേട്ടോ. ഇപ്രാവശ്യം ചിരട്ടയായിരുന്നു കരുതുന്നത്, ചിരട്ട കൊണ്ട് കൊടുക്കാൻ പോവുകയാണേ. അപ്പോൾ ഇന്ന് രണ്ടാൾക്ക് എക്സാം ഉള്ള ദിവസം കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് 12:30 വരെയാണ് എക്സാം. അപ്പം രാവിലെ എഴുന്നേറ്റിരുന്ന് അതിൻ്റെ പഠനത്തിലാട്ടോ. അപ്പോൾ ആഷ്മി എല്ലാം പഠിച്ചിരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറയുമായിരുന്നു പോയി പല്ല് തേച്ച് കുളിക്ക്, ഇപ്പം എത്ര സമയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് കുറേ സമയം കളയും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കാമെന്ന്. പുട്ടും പഴം ഇരിപ്പുണ്ട്, അപ്പോൾ പഴം ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നാണ്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് അത് കുതിർത്തെടുക്കുന്നത് കേട്ടോ. ഇത്രയും വെള്ളം ഒഴിച്ചെന്ന് കരുതി ഇത് കൂടിപ്പോത്തൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, നല്ല കുറച്ച് കഴിയുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും. നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ പുട്ട് കഴിക്കാനായിട്ട്. അല്ല നമ്മൾ ഇച്ചിരിച്ച് വെള്ളം വെച്ച് തളിക്കുമ്പം അത് ഒരുമാതിരി പൊടി പോലെ തന്നെ അങ്ങ് കിടക്കും. അങ്ങനെ നല്ല ആഷ്മി കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ പുട്ട് തിന്നുണ്ടോ. പുട്ടിനകത്ത് തേങ്ങ മൊത്തം എടുത്ത് വെച്ചേക്കുന്നുണ്ടോ. തേങ്ങയൊന്നും പുട്ടിനകത്ത് ഇടുന്നത് ഇഷ്ടമല്ല, വേണ്ടതാണ് കഴിക്കുന്നത്. അതിൻ്റെ പകുതിയോളം കഴിച്ചേച്ച് കൊണ്ടുവന്ന് വെച്ച് കേട്ടോ. അങ്ങനെ 2 പേരെയും ഞാൻ സ്കൂളിലൊക്കെ കൊണ്ടുവിടാനായിട്ട് പോവുകയാണേ. തിരിച്ച് വന്ന് ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എന്നിട്ട് നല്ല ഉച്ചയൂണിനുള്ള ഒരുക്കങ്ങളായി കേട്ടോ. ഇന്നലത്തെ വാങ്ങിയ സീഡിയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചു. കുറച്ച് പുളിശ്ശേരിയും പിന്നെ ഒരു ഏത്തക്ക എടുത്ത് തോരനും അരിഞ്ഞ് വെച്ചു കേട്ടോ. ഇതിനെല്ലാം തേങ്ങയൊക്കെ തിരുമ്മി മിക്സിയുടെ ജാറിലാക്കിയപ്പോഴാണ് ഞാൻ അറിയുന്നത് കരണ്ട് പോയി. ടച്ചിങ് വെട്ടാണ് ഇന്നിന് വൈകുന്നേരമേ വരത്തുള്ളൂ. എന്താ ചെയ്യാനാണ്, എന്തായാലും ഇൻവെർട്ടറിൻ്റെ ഇതിൽ ഞാൻ പുളിശ്ശേരിക്ക് അങ്ങ് അരച്ചെടുത്തു കേട്ടോ. അല്ലാതെ ഇപ്പോൾ എന്തോ ചെയ്യാനാണ്. അങ്ങനെ പിന്നെ എല്ലാം വെച്ചതിന് ശേഷം ഞാൻ 12:30 ആയപ്പം പിള്ളേരെ വിളിക്കാൻ പോയിട്ടോ. അതുകൊണ്ട് വന്നപ്പോഴേ ലച്ചുവിൻ്റെ മുഖം അങ്ങ് വല്ലാതെ വാടിപ്പോയി. കാരണം വൈഫൈ നോക്കിയപ്പം വൈഫൈ ഇല്ല, ടച്ചിങ് വെട്ടല്ലേ, അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായി. വൈഫൈ എന്തായാലും അന്നേരം മുതലില്ല. അങ്ങനെ ചോറും ഒക്കെ ആയിട്ട് TV ഒക്കെ കണ്ട് കുറേ നേരം ഇരിക്കുന്നത്. വന്നപ്പോഴേ രണ്ടും കൂടെ അടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിനോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.